നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പണി തുടങ്ങിയിരിക്കുകയാണ്. ഭീകരരെ ഓരോരുത്തരായി കാലപുരിക്ക് അയച്ചുകൊണ്ട് സേനയുടെ അതിശക്തമായ തേരോട്ടമാണ് അതിർത്തി മേഖലകളിൽ തുടങ്ങിയിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ പാകിസ്ഥാനുള്ളിൽ കടന്ന് സൈന്യത്തിനും അതോടൊപ്പം തന്നെ സൈനിക മേധാവിക്കും കൃത്യമായ വാറണ്ട് അത് ഇന്ത്യ നൽകിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാകിസ്ഥാൻ തുറന്നുവിടുന്ന ഈ ഭൂതത്തെ, പാകിസ്ഥാന്റെ സ്പോൺസേഡ് ഭീകരതയെ പൂർണ്ണമായും അടിച്ചമർത്തുമെന്ന കാര്യത്തിൽ ഇന്ത്യ നിലയുറപ്പിച്ചിരിക്കുന്നു. യുദ്ധസന്നാഹം അങ്ങനെ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായി ഒരു സൈനിക ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നത് തീക്കളി എന്നല്ലാതെ മറ്റൊന്നും പാകിസ്ഥാനോട് പറയാനില്ല. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയോട് സൈനികപരമായി പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നത്. അതിർത്തിയിൽ അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടും തുടങ്ങിയിട്ടുണ്ട്. പഹൽഗാം മേഖലയിലൊക്കെ റോന്ത് ചുറ്റുന്നത് കൂറ്റൻ ഭീകര വിമാനങ്ങൾ തന്നെയാണ്. റോന്ത് ചുറ്റുന്നത് കൂറ്റൻ യുദ്ധവിമാനങ്ങളാണ്. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പഹൽഗാം പ്രദേശത്തൊക്കെ വട്ടമിട്ട് പറക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യം പഹൽഗാമിലും അതുപോലെ തന്നെ അതിർത്തി മേഖലകളിലുമൊക്കെ തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഭീകരാക്രമണം നടന്ന മേഖലയിൽ വ്യോമസേനാ വിമാനങ്ങളുടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കാനുള്ള നടപടി ആരംഭിച്ചു എന്നതിൻ്റെ കൃത്യമായ സൂചന ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തേത് ഡിപ്ലോമാറ്റിക് വാർ, അതിനുശേഷം തന്നെയായിരിക്കും വ്യോമമേഖലയിലൂടെയോ കര മേഖലയിലൂടെയോ ഒക്കെയുള്ള ആക്രമണം കടുപ്പിക്കാനായി പോകുന്നത്. ബന്ദിപ്പോരയിൽ നടന്ന ഏറ്റുമുട്ടലിനിടയിൽ ലഷ്കർ ഇ തൈബയുടെ ഒരു കമാൻഡറെ വകവരുത്തിയത് തന്നെ ലഷ്കർ ഇ തൈബയ്ക്കും അതുപോലെ ഈ ആക്രമണം നടത്തിയിരിക്കുന്ന TRFനുമുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ്. അൽതാഫ് ലല്ലി എന്ന കൊടും ഭീകരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അൽതാഫ് ലല്ലിയുടെ കൊലപാതകത്തെ ആദ്യപടിയായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് തൊട്ടുപിറകെ തന്നെ ജമ്മു കാശ്മീരും പോലീസും സൈന്യവും ഒരുപോലെ തന്നെ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതും. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ആ ഏറ്റുമുട്ടലിനൊടുവിൽ 2 സൈനികർക്ക് പരിക്കേൽക്കുകയും ഈ ഭീകരനെ കൊലപ്പെടുത്താനും സാധിച്ചു. കശ്മീരിൽ പലയിടത്തുമായി ഇതുപോലെ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സമാന്തരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും ആർക്കും ഒളിച്ചിരിക്കാനുള്ള അവസരം നൽകില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കരസേനാ മേധാവിയും ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിലെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്ന ലഷ്കർ ഇ തൈബയുടെ ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഓപ്പറേഷന്റെ പുരോഗതി വിലയിരുത്തി സമഗ്രമായി സ്ഥിതിഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത്. പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതിയ 2 ഭീകരരുടെ വീട് ഇന്ന് പുലർച്ചെ കാണാനില്ല എന്നൊരു വാർത്തയാണ് ജമ്മു കാശ്മീർ ജനതയും ഇന്ത്യയും കാതോർത്തിരുന്നത്. വീടുകൾ വെള്ളിയാഴ്ച തന്നെ സുരക്ഷാ സേനയും ജമ്മു കാശ്മീരിലെ പ്രാദേശിക ഭരണകൂടവും ചേർന്നുകൊണ്ട് തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഇന്നലെ രാത്രി വെടിവെപ്പ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് LOCയിലെ വെടിനിർത്തൽ കരാർ അപ്രസക്തമായി മാറിയിരിക്കുന്നു. ഷിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ തന്നെ പിന്മാറുന്നു എന്നുള്ള സൂചന നൽകിയതിന് പിന്നാലെ ഇന്ത്യക്ക് അതൊരു ലൈസൻസായി തന്നെ മാറുന്നു എന്ന് വേണം പറയാൻ. ഏറ്റുമുട്ടൽ അതിശക്തമായി ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആർക്കും അതിൻ്റെ ഭാഗമായി പരിക്ക് സംഭവിച്ചിട്ടില്ല. ഇന്നലെ ഉദ്ധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഫോഴ്സിൽ ഉൾപ്പെടുന്ന ഒരു സൈനികൻ വീരമൃത്യു വരിച്ചതാണ് ഏറ്റവും വേദനാജനകമായ മറ്റൊരു വിഷയം. ഹവിൽദാർ ചന്തു അലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. ഇതിന് പിറകെ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നു. 26 പേരുടെ ജീവനെടുത്ത ഏപ്രിൽ 22 പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് പിറകെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് പലയിടത്തുമായി ഇങ്ങനെ ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത്. എന്നാൽ ഈ ആക്രമണത്തിലൂടെ വളരെ വ്യക്തമായി തന്നെ അറിയും, ഭീകരർ പറഞ്ഞത് ഒരൊറ്റ കാര്യം തന്നെയായിരുന്നു, നിങ്ങൾ ഈ നടന്ന സംഭവങ്ങൾ മോദിയോട് പോയി പറയൂ എന്നായിരുന്നു. അതിലൂടെ തന്നെ ഭീകരർ ലക്ഷ്യമിട്ടത് മറ്റാരെയുമല്ല, ഇന്ത്യയെയോ കശ്മീരിനെയോ ഇന്ത്യയുടെ അഖണ്ഡതയെയോ അല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഒട്ടനവധി ഗൂഢാലോചനകളുണ്ടെന്നാണ് ഈ അവസരത്തിൽ മേജർ രവി അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് വഴിതെളിക്കുന്ന അല്ലെങ്കിൽ അതിൽ ചില സൂചനകൾ നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യക്കകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണത്തിന് തന്നെ ഭീകരർക്ക് സഹായം നൽകിയതായി പറയപ്പെടുന്ന 1-2 ആളുകളുടെ സൂചന അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായത് പാകിസ്ഥാനെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട്. വളരെ ധൈര്യപൂർവ്വമുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ചും പ്രത്യേക പദവി നൽകിയ ആ ഒരു
ആർട്ടിക്കിൾ 370 സവിശേഷമായ ഒരു പദവിയെ എടുത്തു കളയാനുള്ള ധൈര്യം കാട്ടിയതിനുള്ള തിരിച്ചടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ജമ്മു കാശ്മീരിന്റെ സാമ്പത്തിക ശേഷിയും ടൂറിസം സാധ്യതകളും ഒക്കെ തന്നെ മെച്ചപ്പെട്ടത് ഇക്കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലായിരുന്നു. അതിലേറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലും. ഇതൊരു സാധാരണ ഭീകരാക്രമണമായതുകൊണ്ട് നോക്കിക്കാണേണ്ടതില്ല. മറിച്ച് പഹൽഗാമിലെ, പ്രത്യേകിച്ച് കശ്മീരിലെ ടൂറിസത്തെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു. ജമ്മു കാശ്മീരിലെ ആളുകളൊക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഭീകരാക്രമണത്തെ ചെറുക്കാൻ കശ്മീർ ജനത ഇന്ത്യൻ പതാകയുമായി തെരുവിലിറങ്ങിയ കാഴ്ചയും നമ്മൾ ഏവരും കണ്ടു. അതിൽ നിന്ന് തന്നെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഏത് രീതിയിലുള്ള രോഷമാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജമ്മു കാശ്മീരിലെ റോഡ് വികസനം അടക്കം ഇതിനുള്ള വലിയ ഉദാഹരണമാണ്. അതിർത്തി മേഖലകളിലും റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് ചൊടിപ്പിക്കുന്ന വിഷയമാണ്. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിനെതിരായി ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരെയാണ് കണ്ടെത്തേണ്ടത്. അവരുടെ ആയിരുന്നു ഈ പഹൽഗാം എന്ന ലക്ഷ്യം. പഹൽഗാമിൽ നടത്തേണ്ട ആക്രമണം ജമ്മു കാശ്മീരിൻ്റെ സാമ്പത്തിക ശേഷി, പൈതൃക സമ്പത്ത് അതൊക്കെ തന്നെ തകർക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല. പക്ഷേ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മതപരമായും വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെയാണ് അമുസ്ലിങ്ങളായവരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്നു എന്ന നെറേറ്റീവ് ഈ ആക്രമണത്തിലൂടെ ഉണ്ടാകാനായി പോകുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത മാസം മുതൽ തന്നെ ആരംഭിക്കാനിരിക്കുന്ന അമർനാഥ് യാത്ര, അതിനെ തടുക്കാനും അതിനെതിരായിട്ടുള്ളൊരു സന്ദേശം നൽകാനും അതിൽ പല ഭീതിയും സൃഷ്ടിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഈ ആക്രമണം എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പക്ഷേ അവരുടെ ഒരു ലക്ഷ്യവും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. ഇന്ത്യയുടെ ഈ വളർച്ച ഒന്നും തന്നെ പാകിസ്ഥാന് ദഹിക്കുന്ന വിഷയമല്ല, ഒരു കാലത്തും അവർ പ്രതീക്ഷിക്കുന്നതുമല്ല. അപ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇക്കാര്യം മനസ്സിലാക്കാനായി, അത് ദഹിക്കാനായി ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം തന്നെയാണ് തങ്ങൾ നശിച്ചാലും വേണ്ടില്ല, അയൽ രാജ്യം ഒരു കാരണവശാലും അഭിവൃദ്ധി പ്രാപിക്കരുത് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ ആക്രമണങ്ങൾ നടത്തിയത്. സാധാരണ ഒരു ഭീകരാക്രമണം നടക്കുന്നത് രാജ്യത്തോടാണ്. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ച്, ഒരു ഭരണകൂടത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി അതിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള എല്ലാവിധ നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതിൽ ഏറ്റവും അധികം വേദനിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു നിരായുധരായ, നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ, വിനോദസഞ്ചാരികളെ തന്നെ ഇരയാക്കി മാറ്റിയത്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇല്ലാതിരുന്ന സമയം തിരഞ്ഞെടുത്തതും അതിനുവേണ്ടി തന്നെയായിരുന്നു. എന്നാൽ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പരിപാടികളൊക്കെ തന്നെ വെട്ടിച്ചുരുക്കി നിമിഷ നേരം കൊണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയ സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ത്യക്ക് പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചപ്പോൾ ആ പ്രധാനമന്ത്രി ശ്രീലങ്കയിലായിരുന്നു. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞായിരുന്നു തിരികെ ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ഇതോടൊപ്പം തന്നെ മേജർ രവി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ഇന്ത്യ ശക്തമായ നയതന്ത്ര നടപടികളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ സ്വീകരിച്ചത്. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിച്ച് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള സാർക്ക് വിസ ഇളവ് പദ്ധതി നിർത്തലാക്കി. ഇന്ത്യയിലുള്ള സകല പൗരന്മാരെയും ഇന്ത്യ വിട്ടു പോകാനായി ആവശ്യപ്പെടുകയും സൈനിക അറ്റാഷമാരെ പുറത്താക്കുകയും 2 രാജ്യങ്ങളിലെയും ഹൈക്കമ്മീഷനുകളിലെയും നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചുമൊക്കെ കടുത്ത നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടു. അതിന്റെ ഫലമായി ഏപ്രിൽ 24-ന് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 2000 പോയിന്റുകളാണ് കൊപ്പുകുത്തിയത്. അതുകൂടാതെ അട്ടാരി ചെക്ക് പോസ്റ്റ് അടിയന്തരമായി തന്നെ വാഗാ ബോർഡർ അടക്കം അടച്ചുപൂട്ടുകയും അതിർത്തി കടന്നുള്ള നിയമപരമായ ഇടപാടുകൾക്ക് കൗണ്ട് ഡൗൺ വയ്ക്കുകയും ചെയ്തു. മെയ് 31 ഡെഡ് ലൈൻ നൽകിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയത്. പാകിസ്ഥാന്റെ തലയ്ക്ക് തന്നെ ഏറ്റ ഏറ്റവും വലിയ പ്രഹരമായി ഇതിനെ നോക്കിക്കാണേണ്ടതുണ്ട്. ഭീകരവാദത്തിന്റെ വിളനിലമായും രാഷ്ട്രീയപരമായ ദുർഭരണത്തിന്റെ കേന്ദ്രമായും മാറിയ പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ദ്രവിച്ചൊരു മൺകൂന പോലെ ഏറെ ദുർബലമായി നിൽക്കുന്ന സാഹചര്യത്തിലും ഈ ദുരവസ്ഥയിലും ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തെ തന്നെ ജനങ്ങളെ കൊടും പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനാധിപത്യ ഭരണകൂടങ്ങളും സൈനിക ഭരണകൂടങ്ങളും മാറി മാറി ഭരിച്ച ഈ നശിച്ച രാജ്യം ഒരു ശക്തമായ രാഷ്ട്രീയ അടിത്തറയോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും തന്നെ സ്ഥാപിക്കാൻ കഴിയാതെ നിരന്തരം പരാജയപ്പെട്ട് ഭീകരവാദികളുടെ കയ്യിലകപ്പെട്ട് സൈന്യത്തിന്റെ കുബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ഘടനയിൽ തന്നെ സൈന്യത്തിനുള്ള അമിതമായ സ്വാധീനം തന്നെയാണ് ഈ പരാജയത്തിനുള്ള പ്രധാന മൂല കാരണം. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കും, വഴിമാറ്റുകയും തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനും അനാവശ്യ വാശിക്കും അതുപോലെ തന്നെ ദുർഭരണം കാട്ടിയും പാകിസ്ഥാനിൽ പതിവ് കാഴ്ചയായി ഇത് മുന്നോട്ട് പോയപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള അസ്തിത്വക്കുറവ് തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും നിഴലിക്കുന്നത്. 5 വർഷം തികച്ചു ഭരിക്കാൻ സാധിക്കാത്ത ഭരണാധികാരികളുടെ വിലാപയാത്ര പോലും ഇപ്പോഴും കാണേണ്ടിയിരിക്കുന്നു. ഭരിച്ച്
പുറത്തിറങ്ങുന്നവർ വീണ്ടും അഴിക്കുള്ളിലാകുന്ന കാഴ്ച, വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ താറുമാറാക്കുന്ന കാഴ്ച, രാഷ്ട്രീയപരമായ അസ്ഥിരത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച, സാമ്പത്തിക രംഗത്തും പാകിസ്ഥാന് സ്ഥിരമായി വളർച്ച കൈവരിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പലപ്പോഴും രാജ്യം സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ ഒട്ടും തന്നെ ദീർഘവീക്ഷണമില്ലാത്തതായിരുന്നു. കശ്മീർ വിഷയത്തിൽ ദീർഘകാലമായി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നതും ഇന്ത്യ വലിയ തോതിൽ വളർന്നു പോകുന്നതും പാകിസ്ഥാൻ മുരടിച്ചു പോകുന്നതുമൊക്കെ തന്നെ അവരെ വല്ലാതെ തകർത്തിട്ടുണ്ട്. ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട വെള്ളവും വളവും നൽകി പാലൂട്ട് വളർത്തി ഏറ്റവും അവസാനം അവരെ തന്നെ തിരിഞ്ഞുകുത്തുന്ന ഒരു വിഷസർപ്പമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഇന്ത്യയുടെ ആരോപണങ്ങൾ വർദ്ധിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ദുർബലമായ ഈ കൊടും ഭീകര രാജ്യം ഇന്ത്യയുമായി ഒരു സൈനിക സംഘർഷത്തിന് മുതിർന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ പരിണത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ത്യയല്ല, മറിച്ച് പാകിസ്ഥാനാണ്. അവരുടെ സ്ഥിതി കൂടുതൽ വഷളാകും, അപകടത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ശേഷിയും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയും പാകിസ്ഥാന് ഒരു വലിയ ഭീഷണി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു യുദ്ധം ആസന്നമായാൽ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് അതാക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല. ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു നേട്ടമായി തന്നെയാണ് മറുഭാഗത്ത് മാറുന്നത്. കാലാകാലങ്ങളായി 7 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയുടെ തലവേദനയായി നിൽക്കുന്ന പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ ഒരൊറ്റ പോരാട്ടം കൊണ്ട് തന്നെ ഇല്ലാതെ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് 70 വർഷത്തെ ഭാരം ഇറക്കി വയ്ക്കാൻ കിട്ടുന്ന ഒരു അവസരമായി തന്നെയാണ് ഇത് മാറിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ സാമ്പത്തികമായി തകർന്നുപോയ പാകിസ്ഥാന് ഇന്ത്യയുമായി സൈനികപരമായ ഏറ്റുമുട്ടലിന് ശേഷിയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. രാഷ്ട്രീയപരമായ സ്ഥിരതയും ശക്തമായ സാമ്പത്തിക അടിത്തറയുമില്ലാത്ത യുദ്ധത്തിന് മുതിരുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്ന ഒരു മണ്ടൻ രാജ്യമായി തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. എത്രത്തോളം ദുർബലമായ സാമ്പത്തിക അവസ്ഥ അവർക്കുണ്ട് എന്നുള്ളത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നതാണ്. രാഷ്ട്രീയപരമായ സ്ഥിരതയില്ലാത്തതും സൈനിക ഭരണകൂടങ്ങളുടെ ഇടപെടലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ തന്നെ പാകിസ്ഥാനെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.